പ്രവാസി എഴുത്തുകാരനും എഞ്ചിനീയറുമായ പി.ടി. യൂനുസിന്റെ യാത്രാവിവരണമായ ദേശാന്തരങ്ങളിലെ വിസ്മയ കാഴ്ചകൾ പുസ്തക പ്രകാശനവും സാംസ്കാരിക പ്രഭാഷണവും നടത്തി. ചേന്ദമംഗല്ലൂർ സാംസ്കാരിക വേദിയാണ് സംഘടിപ്പിച്ചത്. കൃതി മാധ്യമം. മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ. അബ്ദുറഹിമാൻ, മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി. ദാവൂദിന് നൽകി പ്രകാശനം ചെയ്തു. വളരെ സുന്ദരമായ ഭാഷയിലൂടെയാണ് യാത്ര പുസ്തകം ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പുസ്തകം കുട്ടികളെ നിർബന്ധമായും വായിപ്പിക്കണം. സംസ്കാരത്തെപ്പറ്റിയും നമ്മുടെ പിന്നിട്ട വഴികളും സർവോപരി ലോകത്ത് നടന്ന വിചാര വിപ്ലവങ്ങൾ അറിയാൻ നമ്മുടെ തലമുറ വായിച്ചിരിക്കൽ നിർബന്ധ ആവശ്യമായി മാറണം. കേവലമായ ഉല്ലാസയാത്രകൾക്കും കാഴ്ചയ്ക്കുമപ്പുറം ഒരു സാമൂഹിക വിമർശകന്റെ കാഴ്ചപ്പാടോടുകൂടി ആനുകാലിക സംഭവങ്ങളിലൂടെ ചലിക്കുന്ന മനുഷ്യന്റെ മനസാക്ഷിയോടുകൂടി താൻ കണ്ട നാടിനെയും ജനവിഭാഗങ്ങളെയും പരിചയപ്പെടുത്തുന്നതാവണം യാത്രാവിവരണങ്ങൾ. അത്തരമൊരു കൃതിയാണ് പി.ടി. യൂനുസിന്റെ ദേശാന്തരങ്ങളിലെ വിസ്മയ കാഴ്ചകൾ എന്ന ഗ്രന്ഥമെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അത്ഭുതം തന്നെയാണ്. യൂനുസുമായി ചെറുപ്പം മുതൽക്കേ ബന്ധമുണ്ടെന്ന് പറയേണ്ടതല്ലോ. പക്ഷേ എഴുത്തുകാരനും ഗ്രന്ഥകാരനും യാത്രാകാരനും ഒക്കെയായ യൂനുസിനെ എനിക്ക് പരിചയം. അപ്പോഴാണ് കുഞ്ഞാലി മാഷ് ഒരു ദിവസം വന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ടെലിഫോണിലാണെന്ന് അറിയില്ല, യൂനുസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളെല്ലാം. അത് തങ്ങളുടെ അവതാരികയുടെ പുസ്തകം എഴുതി യൂനുസ്. അതെ, അപ്പോൾ അദ്ദേഹം പ്രബോധനത്തിലൊക്കെ ചില കുറിപ്പുകളിൽ ഞാൻ വായിക്കാം, പക്ഷെ പുസ്തക രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമെന്ന് തോന്നിയില്ല. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ കോപ്പി അദ്ദേഹം എനിക്ക് അയച്ചു. ഞാനതിന് അവതാരിക എഴുതി. ചേന്ദമംഗല്ലൂർ സാംസ്കാരിക വേദി ചെയർമാൻ സുബൈർ കൊടപ്പന അധ്യക്ഷത വഹിച്ചു. യാത്ര അടിസ്ഥാനപരമായി മനുഷ്യൻ കെട്ടിക്കിടക്കുന്ന ജീവിയല്ല, ഉള്ളിലേക്കൊതുങ്ങുന്ന ജീവിയല്ല, പുറമേക്ക് പ്രവഹിക്കുന്ന ജീവിയാണെന്നാണ് യാത്രയുടെ സന്ദേശമെന്ന് സി. ദാവൂദ് അഭിപ്രായപ്പെട്ടു. യാത്രയെപ്പറ്റി ഇസ്ലാമിക സംസ്കാരത്തിൽ വിസ്മയപരമായ കാഴ്ചകളാണുള്ളത്. നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങളിലും യാത്രയുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദേശാന്തരങ്ങളിലെ വിസ്മയക്കാഴ്ചകൾ ഈ പുസ്തകത്തിൽ അതിനൊരു കോമൺ ത്രെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതി, അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊക്കെയുള്ള ഇസ്ലാമിക സംസ്കാരങ്ങളെ അന്വേഷിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും. വിയറ്റ്നാമിൽ പോയപ്പോൾ മിക്കോങ് എന്ന പ്രദേശത്ത് പോയപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് പള്ളി അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ പള്ളിക്കാരൻ അദ്ദേഹവുമായിട്ട് നടത്തിയ സംഭാഷണങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. കലാകാരനും സിനിമ സംവിധായകനുമായ ബെന്ന ചേന്ദമംഗല്ലൂർ പുസ്തക പരിചയം നടത്തി. മുക്കം മുനിസിപ്പൽ കൗൺസിലർ ബെനൂജ വടക്കുവീട്ടിൽ, ഇസ്ലാഹിയ വൈ പ്രിൻസിപ്പൽ കെ. സുബൈദ ടീച്ചർ, സി. കെ. മനോജ് കുമാർ, ഇല്യാസ് ടി. കെ എന്നിവർ സംസാരിച്ചു. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അറിവും ചിന്തയും അനുഭവവും പരിശ്രമവും കൂടുമ്പോഴാണ് ഒരു പുസ്തകം രൂപാന്തരപ്പെടുന്നത്. അത് വായനക്കാരുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ പുതിയ കാഴ്ചകളിലേക്ക്, ചിന്തകളിലേക്ക് രൂപപ്പെടുന്നു. വളരെ സുന്ദരമായ ഭാഷയിലാണ് പി.ടി. യൂനുസ് ഈ പുസ്തകത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബുക്ക് ആൻഡ് പ്രിന്റ് ഡയറക്ടർ സിദ്ദീഖ് കുട്ടിക്കാട്ടൂർ സ്വാഗതം പറഞ്ഞു. ഗ്രന്ഥകാരൻ പി.ടി. യൂനുസ് മറുപടി പ്രസംഗം നടത്തി. ചേന്ദമംഗല്ലൂർ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങിലെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട് ബുക്ക് ആൻഡ് പ്രിന്റാണ്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.